ഹലോ ഓൾ. സോ ഇപ്പോൾ പോലീസ് എസ് ഐ അല്ലേ, പോലീസ് എസ് ഐ എക്സാമിൻ്റെ മെയിൻസ് വരാൻ പോവാണ്. മെയിൻസ് എന്നാണ് ഡേറ്റ്? മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 30 അല്ലേ. അപ്പോൾ ഓഗസ്റ്റ് 30 എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ എത്ര നാളാണുള്ളത്? ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്. 3 മാസമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു 3 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ റാങ്കിലേക്ക് എത്താം, എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജി കെ പാർട്ടിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഇത്രയുമാണ് ജി കെയിൽ വരുന്നത്. അതിനുശേഷം കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് 5 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ദെൻ സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, മാത്സ് ആൻഡ് റീസണിങ് വരുന്നു 10 മാർക്ക്. അതിനുശേഷം ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം വരുന്നു 10 മാർക്ക്. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്, മെയിൻസ് എക്സാം ആയതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കാണ് 45 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്. ഓക്കെ, അപ്പോൾ 55 മാർക്കിൻ്റെ നോർമൽ ടോപ്പിക്സും അതുപോലെ തന്നെ എന്താണ് 55 മാർക്കിന് എന്താ വരിക? ജി കെ, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, ദെൻ മാത്സ്, ഇത്രയും മാർക്ക് 55. ഇത്രയും ടോപ്പിക്സ് 55 മാർക്കിനും. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്ക് 45 മാർക്കിനും. അപ്പം ഇങ്ങനെയാണ് സിലബസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 45 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ്. നമ്മൾ ഇതുവരെ അല്ലാത്ത മറ്റ് എക്സാംസിനൊക്കെ കവർ ചെയ്യുന്നൊരു ടോപ്പിക് അല്ല. അപ്പം ഈ ഒരു എസ് ഐ എന്ന് പറയുന്ന സ്പെഷ്യൽ എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. നല്ല ടൈം കൊടുത്ത് കവർ ചെയ്യേണ്ട ഏരിയയാണ്. ഓക്കെ, അപ്പം ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളതെന്നുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞ ജി കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പ്രിലിംസ് പാസ്സായ ശേഷം എന്താണ് പ്രിലിംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ എന്തായാലും എന്താണ് ജി കെ കവർ ചെയ്തിട്ടുണ്ടാവും. മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും ഏരിയാസ് നിങ്ങൾ എന്തായാലും പ്രിലിംസിന് വേണ്ടി കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. പക്ഷേ എന്ന് കരുതി ആ ഒരു ടോപ്പിക്സ് ഇപ്പോൾ പഠിക്കാതിരുന്നാലും പറ്റില്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണ് നമുക്ക് ഈ ഒരു 3 മാസത്തേക്ക് വേണ്ടിയിട്ട് വേണ്ടത്. രണ്ടും മിസ് ഔട്ട് ചെയ്യരുത്, രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനാണ് നമുക്ക് ഈ ഒരു 3 മാസത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പം റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. 45 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്? പാർട്സായിട്ട്, ഡിഫറെൻറ്റ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 നോക്കിയേ, 5 മാർക്കാണ് വരിക. BNS 2023. ഓക്കെ, BNSലുള്ള ഭാഗങ്ങളാണ് അതിൽ വരുന്നത്. 5 മാർക്കിൻ്റെ ഭാഗമാണ് പാർട്ട് 1. ഓക്കെ, ഇനി പാർട്ട് 2 വരുന്നതും 5 മാർക്ക് BNSൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് 3യിലും 5 മാർക്ക് BNSൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ആദ്യത്തെ 3 ഭാഗം. അടുത്തത് പാർട്ട് 4. പാർട്ട് 4ൽ തന്നെ ക്ലോസ് 1. ഓക്കെ, 4ാം ഭാഗത്തിലെ 1ാമത്തെ ഡിവിഷൻ 3 മാർക്കാണ്. 3 മാർക്കിൽ എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് 2025. വിവരാവകാശ നിയമം. ഇപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ 3 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിനുശേഷം പാർട്ട് 4ലെ 2ാമത്തെ ഭാഗം. ഓക്കെ, 7 മാർക്കിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ മൊത്തം 10 മാർക്ക്. 4ാമത്തെ ഭാഗം എന്ന് പറയുന്ന മൊത്തം 10 മാർക്കാണ്. 10 മാർക്കിൽ 7 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും 3 മാർക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനുമാണ്. ഓക്കെ, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആണ് 3 മാർക്ക് വരുന്നത്. അങ്ങനെ 10 മാർക്കാണ് 4ാമത്തെ പാർട്ടിന് വരുന്നത്. ഓക്കെ, ഇനി 5ാം ഭാഗം എന്താണ്? പാർട്ട് 1 ഇതുപോലെ തന്നെ എന്താണ് 3 മാർക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഓക്കെ, IT ആക്ട് ആണ്. IT ആക്ട് ആണ് 3 മാർക്ക് ഭാഗം 5ലെ 1ാം ഭാഗം. ഓക്കെ, ഇനി ഭാഗം 5ലെ 2ാമത്തെ ഭാഗം 7 മാർക്ക് ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ്. ഓക്കെ, ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ആണ് 7 മാർക്ക്. അപ്പോൾ ഭാഗം 5 എന്ന് പറയുന്നതും 10 മാർക്കിൻ്റെയാണ്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 7 മാർക്കിനുള്ള ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ഉണ്ട്. 3 മാർക്കിനുള്ള IT ആക്ട് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഭാഗം 6. 6ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പാർട്ട് 6ലേക്ക് വരുമ്പോൾ എന്താണ്? 10 മാർക്കാണുള്ളത്. 10 മാർക്കിന് എന്താണ്? ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി. ഓക്കെ, ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയാണ് അടുത്തത് ഭാഗം 6ൽ വരുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, ഇങ്ങനെയാണ് മൊത്തത്തിൽ 45 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. മനസ്സിലായല്ലോ ഓരോന്നും? ഓക്കെ, BNSൽ നിന്നുള്ള ചോദ്യം, ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, IT ആക്ട് ഉണ്ട്, ദെൻ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ഉണ്ട്, ദെൻ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരിക. ഓക്കെ,
സോ പാർട്ട് 1 എന്താണ്? പാർട്ട് 1 വരുന്നത് BNSൽ നിന്നുള്ള ഭാഗമാണ്. ഡെഫിനേഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ്, പണിഷ്മെന്റ്സ്, ജനറൽ എക്സെപ്ഷൻസ്, offenses against women and child, offenses affecting the human body, offenses against the public tranquility, offenses by or relating to public servants, offenses against property. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് 1 വരുന്നത്. ഓക്കെ, BNSൽ നിന്നുള്ള ഭാഗം. ഇനി പാർട്ട് 2 എന്തൊക്കെയാണ്? ഡെഫിനേഷൻസ്, പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ്സ് ആൻഡ് ദ പോലീസ്, ദെൻ അറസ്റ്റ് ഓഫ് പേഴ്സൺസ്, സമ്മൻസ് ആൻഡ് വാറന്റ്, സെർച്ച് ആൻഡ് സെizure, maintenance of public order and tranquility, preventive action to the police, information to the police and their powers to investigate. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് 2 വരുന്നത്. ഇനി സോ മിനിറ്റിൽ നമുക്ക് എന്താണ് ഗവൺമെൻറ് എക്സാംസിനുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് അടക്കമുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ്സസ് അവൈൽ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സ്പെഷ്യൽ കോഡ് HN003 എന്ന് പറയുന്ന സ്പെഷ്യൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പാർട്ട് 1ഉം പാർട്ട് 2 നമ്മൾ നോക്കി. ഇനി പാർട്ട് 3 എന്താണ് വരിക? ഡെഫിനിഷൻസ്, കൺഫെഷൻസ്, സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺസ് ഹു കൻ നോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസസ്, ഒപ്പീനിയൻസ് ഓഫ് തേർഡ് പേഴ്സൺസ് വെൻ റെലവൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 3 വരിക. 4 വരുമ്പോൾ 4 നമ്മൾ അറിയാലോ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 മാർക്കും 7 മാർക്കും. അതിൽ പാർട്ട് 1 വരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. 2 വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാധാരണ രീതിയിലുള്ള ഭാഗങ്ങളെല്ലാം പഠിക്കണം. അതുകൂടാതെ കുറച്ച് അധികമുണ്ട്. അപ്പോൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി തന്നെ പഠിക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റുള്ള എക്സാംസിന് ചോദിക്കുന്ന രീതിയിലല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. 7 മാർക്കിൻ്റെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമിന് വരുന്നത്. ഇനി പാർട്ട് 5 വരുമ്പോൾ IT ആക്ട് ആണ് നോക്കേണ്ടത്. പാർട്ട് 5 വരുമ്പോൾ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ്. പാർട്ട് 6 വരുമ്പോൾ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ്, 6 ഭാഗങ്ങളായിട്ടാണ് സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും സിലബസ് എന്താണെന്നുള്ളതും മനസ്സിലായല്ലോ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കംപ്ലീറ്റ് സിലബസ് എടുത്ത് വായിച്ച് നോക്കുക, ടോപ്പിക്സ് ഒക്കെ മിസ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അപ്പം 3 മാസമാണ് നമുക്കുള്ളത്. ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഓഗസ്റ്റ് 30 എന്ന് പറയുമ്പോൾ ലാസ്റ്റിലേക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മന്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ജൂണിൽ ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞു. പിന്നെ എത്രയാണ്? ഇനിയിപ്പോൾ ഇതിലത്തെ ഒരു 3 വീക്ക് ജൂണിൽ ബാക്കിയുണ്ട്. ദെൻ ജൂലൈ കംപ്ലീറ്റ് ഉണ്ട്, ഓഗസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 മാസത്തേക്കുള്ളൊരു പ്ലാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ജൂണിൽ ഇനി വരുന്ന 2 വീക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം എന്തുകൊണ്ട്? അപ്പം ഞാൻ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള GK, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതെന്തായാലും മിസ് ഔട്ട് ചെയ്യാതെ നോക്കുക. 5 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. മിസ് ഔട്ട് ചെയ്യാതെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാത്ത ടോപ്പിക്കായിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്നുള്ളവരല്ലെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് എന്തായാലും സമയം അലോക്കേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി വരുന്ന 2 വീക്സ്, ഓക്കെ, ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന അടുത്ത ജൂണിലെ ആദ്യത്തെ 2 വീക്സ് എന്ത് ചെയ്യുക? സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത് മാത്സ്, ഇംഗ്ലീഷൊക്കെ ഡെയിലി പ്രാക്ടീസ് കൊടുക്കാം. ഓക്കെ, അതെന്തായാലും മിസ് ഔട്ട് ചെയ്യരുത്. അതുപോലെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന ടൈം എന്തായാലും കംപ്ലീറ്റ് ആയിട്ടും സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്യുക ആദ്യത്തെ 2 ആഴ്ച. പിന്നെ എന്ത് ചെയ്യുക? ജൂണിൽ ഒരാഴ്ചയോടെ ബാക്കിയുണ്ടല്ലോ, ആ ഒരാഴ്ചയിൽ നിങ്ങൾ GK. ഓക്കെ, GK എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എല്ലാ സ്റ്റാറ്റിക് ടോപ്പിക്സും റിവൈസ് ചെയ്യുന്നതും എല്ലാത്തിനും കൂടെ നിങ്ങൾ ആ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് 45 മാർക്കാണെങ്കിൽ ബാക്കി വരുന്നത് 55 മാർക്കും ബാക്കിയുള്ള സബ്ജക്ട്സാണ് അല്ലേ? അപ്പോൾ അതിൽ തന്നെ കറണ്ട് അഫയേഴ്സിന് 5 മാർക്കും മറ്റത് 10 വെച്ച് മാർക്ക് പോയാലും പിന്നെയും GKക്ക് മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു GKയുടെ മാർക്ക് എന്തായാലും നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് തന്നെ ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക? GKക്ക് വേണ്ടിയിട്ട് ഇടുക. ഓക്കെ, ഇപ്പോൾ GKക്ക് വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മാത്സും മലയാളവും ഇംഗ്ലീഷും ഡെയിലി വർക്കൗട്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഇനി അടുത്ത ജൂലൈയിലെ ഫസ്റ്റ് 2 വീക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാം.
ഓക്കെ, ജൂലൈയിലെ ഫസ്റ്റ് 2 വീക്സ് കംപ്ലീറ്റ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ സ്പെഷ്യൽ ടോപ്പിക്ക് അത്രയും കവർ ചെയ്യുക. ഓക്കെ, കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ഒരു സമയത്ത് നിങ്ങൾ കവർ ചെയ്യുക. ഇനി അടുത്തൊരു വീക്ക് ഇംഗ്ലീഷിനും മാത്സിനും വേണ്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്സിൻ്റെ ഒപ്പം തന്നെ മലയാളം കൂടെ ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇംഗ്ലീഷ് മാത്സ് മലയാളം 3നും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജൂലൈയിലെ അടുത്തൊരു വീക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ബാക്കി ജൂലൈയിൽ എന്താണ്, ഒരു വീക്കും കൂടെ ബാക്കിയുണ്ട്. എഗെയിൻ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരിക. കാരണം അതെന്താണ്, കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരിക. അപ്പോൾ ജൂലൈ ലാസ്റ്റ് വീക്ക് എന്ത് ചെയ്യുക, വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് തന്നെ നോക്കുക. ഇനി അതിനുശേഷം ഓഗസ്റ്റായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് പിന്നെ എന്താണുള്ളത്, പിന്നെ ഒരു മന്തും കൂടിയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മന്ത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്പെഷ്യൽ ടോപ്പിക്സ് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അത്രയും സമയം കൊണ്ട് ഈ ഒരു 2 മാസം കൊണ്ട് നമ്മളിതാ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി 5 വീക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വീക്ക് കൊണ്ട് തന്നെ മാക്സിമം സിലബസ് ഓൾറെഡി തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ജി കെക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും വേണ്ടി ഒരു വീക്ക് അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ 2 ആഴ്ച കൊണ്ട് ജി കെയും എല്ലാം എന്താണ് മാക്സിമം കവർ ചെയ്യാവുന്ന അത്രയും ചെയ്യാം. ബാക്കി നമുക്ക് ഓഗസ്റ്റ് ഒരു മന്തും കൂടെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സും റിവിഷനും ഇടുക. ഈ ഒരു വീക്സിൽ ഈ ഒരു 2 മാസം ജൂണിലും ജൂലൈയിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ എന്ത് ചെയ്യുക, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഇടുക. ഓക്കെ, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ റിവിഷൻ ഇടുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും റിവിഷനും, കംപ്ലീറ്റ് റിവിഷനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും പഠിക്കാനായിട്ട് ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്ക് ഇടുക. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നീട് വരുന്ന കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഓഗസ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് അത്രയ്ക്ക് ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ റിവിഷനും കൂടെ കൊടുക്കുക. അതിനുശേഷം എന്താണ്, ഓഗസ്റ്റിലെ അടുത്തൊരു വീക്ക് വീണ്ടും എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്കിന് ഇടുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ബാലൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പഠിച്ചു തീർക്കാനും, അപ്പോൾ റിവിഷൻ നിങ്ങൾ ഓൾറെഡി അതിന് മുമ്പത്തെ ആഴ്ച കഴിഞ്ഞതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഒന്നും കൂടെ പഠിക്കുക. ബാക്കി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, തീരാത്തതുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു വീക്കിൽ തീർക്കുക. എഗെയിൻ തൊട്ടടുത്തൊരു വീക്കും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജി കെയിലേക്ക് വരിക വീണ്ടും. ഓക്കെ, ജി കെയിൽ പിന്നെ 55 മാർക്കിൻ്റെ ജി കെ ആണ്. അപ്പോൾ അവിടെ എന്താണ്, ജി കെ പ്ലസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 55 മാർക്ക് വരുന്നത്. അപ്പോൾ അതിൽ ജി കെ പോർഷൻസിന് വേണ്ടിയിട്ട് അടുത്തൊരു ആഴ്ച അലോക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ഓഗസ്റ്റിലെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ എക്സാം വരുന്ന വീക്കാണ്. റിവിഷൻ അല്ലാതെ വേറെ ഒന്നും ചെയ്യരുത്. ഓക്കെ, കംപ്ലീറ്റ് റിവിഷൻ. പിന്നെ പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി മാത്രം ഇടുക. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ റിവിഷൻ, ജി കെയുടെ റിവിഷൻ, ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ മാത്സിൻ്റെ റിവിഷൻ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാത്തിൻ്റെയും ഒരു റിവിഷൻ മാത്രം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എടുക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, PYQs അനാലിസിസ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണെങ്കിൽ ടെസ്റ്റ് സീരീസ് എടുക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ PYQs മോക്ക് ടെസ്റ്റും കൊടുത്തുകൊണ്ടേയിരിക്കുക, ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് എക്സാമാണ്, നിങ്ങളുടെ റാങ്കിലേക്ക് എത്തിക്കുന്ന എക്സാമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, റിവിഷൻ കൊണ്ട് മാത്രം കാര്യമായില്ല. പ്രാക്ടീസ് ആണല്ലോ ഒരു മനുഷ്യനെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നത് അല്ലേ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുമോ അതിനാവശ്യം എന്താണ്, പ്രാക്ടീസാണ്. സോ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, OMR ഷീറ്റ് എടുത്ത് വെച്ച് ചെയ്ത് പഠിക്കുക. കറക്റ്റായിട്ടൊരു ടൈം വെച്ച് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്ത് പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാം. ഈ ഒരു പറയുന്ന പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിക്കോ. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ PYQs അനാലിസിസ് ചെയ്ത് ടെസ്റ്റ് സീരീസും ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് പോക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ടൈം ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം ഓരോരുത്തർക്ക് പറ്റുന്ന ടൈം വ്യത്യാസം ഉണ്ടാവും, പഠിക്കാനിരിക്കുന്ന ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ രാത്രിയൊക്കെ ഇരുന്നിട്ടായിരിക്കും പഠിക്കേണ്ടാവുക, അല്ലാത്തവരാണെങ്കിൽ രാവിലെ ഫുൾ ഡേ ഇരുന്നിട്ടായിരിക്കും പഠിക്കേണ്ടാവുക. ഓക്കെ, അപ്പോൾ ടൈം നിങ്ങളുടെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിടുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ട ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഈ ഒരു 3 മാസം കഷ്ടപ്പെട്ടാൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ജോലിയിലേക്ക് എന്തായാലും കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക, ഫുൾ എന്താണ് എനർജി കൊടുക്കുക. ഓക്കെ, ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു സിലബസും ഈ ഒരു സ്റ്റഡി പ്ലാനും മനസ്സിൽ വെച്ചിട്ട് തന്നെ എന്താണ് ഈ ഒരു 3 മാസം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ
ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഇനി ആകെ 3 മാസമേ ഉള്ളൂ. 3 മാസം കറക്റ്റായിട്ടില്ല. ജൂണിലെ ഫസ്റ്റ് വീക്ക് ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2-2.5 മാസത്തിലും കുറച്ചും കൂടി അല്ലേ, ഒരു വീക്കും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയം 3 മാസം എന്താണ് വളരെ നിർണായകമായിട്ടുള്ള 3 മാസമാണ്. നിങ്ങൾക്ക് പഠിക്കാവുന്നതിൻ്റെ മാക്സിമം പഠിക്കുക, റിവൈസ് ചെയ്യുന്നതിൻ്റെ മാക്സിമം റിവൈസ് ചെയ്യുക, ടെസ്റ്റ് സീരീസുകളും മോക്ക് ടെസ്റ്റ് എടുക്കാവുന്ന അത്ര എടുക്കുക. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഇനി ഇതിനകത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇനി വരുന്ന സെഷൻസിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.